Hi students, so we will discuss chapter 6 triangle and its properties. Okay, so we will triangle. Triangle different properties in this chapter we will discuss. Okay, so we will start. Just an introduction. Introduction le പറയുന്നത് എന്താണ് ട്രയാങ്കിൾ എന്നാണ്. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ് എന്താണ് ട്രയാങ്കിൾ എന്നൊക്കെ അല്ലേ. നമുക്ക് നോക്കാം. എ ട്രയാങ്കിൾ ഈസ് എ സിമ്പിൾ ക്ലോസ്ഡ് കർവ് മെയ്ഡ് അപ്പ് ഓഫ് 3 ലൈൻ സെഗ്മെന്റ്. അപ്പൊ 3 ലൈൻ സെഗ്മെന്റ് 3 ലൈൻ സെഗ്മെന്റ്സ് വെച്ചിട്ട് നമ്മൾ വരയ്ക്കുന്ന ഒരു സിമ്പിൾ ക്ലോസ്ഡ് കർവിനെയാണ് നമ്മൾ ട്രയാങ്കിൾ എന്ന് പറയാം. നമ്മൾ ഓൾറെഡി 6th സ്റ്റാൻഡേർഡിലൊക്കെ പഠിച്ചതാണ് എന്താണ് സിമ്പിൾ ക്ലോസ്ഡ് കർവ് എന്ന് പറഞ്ഞാല്. ക്ലോസ്ഡ് കർവ് എന്ന് പറഞ്ഞാൽ എന്താ? ക്ലോസ്ഡ് ആയിരിക്കും, അത് ഓപ്പൺ ആയിരിക്കൂല അല്ലെ. സിമ്പിൾ ക്ലോസ്ഡ് കർവ് എന്ന് പറഞ്ഞാൽ എന്താ? അത് ഒരു ഫിഗർ അതിനെ തന്നെ ക്രോസ് ചെയ്യുകയാണെങ്കിൽ ഇതെന്താണ്? സിമ്പിൾ അല്ല. ഒരു ഫിഗർ അതിനെ ക്രോസ് ചെയ്തിട്ടില്ലെങ്കിൽ അപ്പൊ ഇതൊക്കെ എന്താണ്? സിമ്പിൾ ആണ്. ഇതൊക്കെ സിമ്പിൾ കർവ് ആണ്. ബട്ട് അതിനെ തന്നെ ക്രോസ് ചെയ്യുമ്പോൾ അതെന്നായിരിക്കൂല, സിമ്പിൾ ആവൂല. ബട്ട് ട്രയാങ്കിൾ ഒരു സിമ്പിൾ ക്ലോസ്ഡ് ഫിഗർ ആണ് മെയ്ഡ് അപ്പ് ഓഫ് 3 ലൈൻ സെഗ്മെന്റ്. ഏതൊക്കെ? 3 ലൈൻ സെഗ്മെന്റ് ഉണ്ട്. ഇവിടെ ഒരു ലൈൻ സെഗ്മെന്റ്, ഇതൊരു ലൈൻ സെഗ്മെന്റ് ആണ്. ദെൻ ഇവിടെ ഒരു ലൈൻ സെഗ്മെന്റ്, അതുപോലെ ഇവിടെ ഒരു ലൈൻ സെഗ്മെന്റ്. ഓക്കെ, അപ്പൊ 3 ലൈൻ സെഗ്മെന്റ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സിമ്പിൾ ക്ലോസ്ഡ് ഫിഗറിനെയാണ് നമ്മൾ എന്ത് പറയാ? ട്രയാങ്കിൾ എന്ന് പറയാം. It has 3 vertices, 3 sides and 3 angles. നമ്മൾ ഓൾറെഡി 6th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നതാണ് എന്താണ് vertices എന്ന് പറഞ്ഞാൽ, എന്താണ് sides എന്ന് പറഞ്ഞാൽ, എന്താണ് angles എന്നൊക്കെ. അപ്പൊ ഇതൊരു ട്രയാങ്കിൾ ABC ആണ്. ഓക്കെ, ഇതൊരു സിമ്പിൾ ക്ലോസ്ഡ് ഫിഗർ ആണ് മെയ്ഡ് അപ്പ് ഓഫ് 3 ലൈൻ സെഗ്മെന്റ്. സോ ദിസ് ഈസ് കോൾഡ് എ ട്രയാങ്കിൾ ആൻഡ് ദ സൈഡ്സ് ആർ. ഏതൊക്കെ ഇതിന്റെ സൈഡ്സ് എന്ന് നമുക്ക് നോക്കാം. സൈഡ്സ് ആണ് ABBCCA. ഏതൊക്കെ സൈഡ്സ്? ഇതാ കണ്ടോ, AB ഒരു സൈഡാണ്, അതുപോലെ ഇത് BC ഒരു സൈഡാണ്, അതുപോലെ AC ഒരു സൈഡാണ്. അപ്പൊ ഇതാണ് സൈഡ്. ഓക്കെ, അപ്പൊ ABBCCA 3 സൈഡ്സ് ആണ് ഒരു ട്രയാങ്കിളിന് ഉണ്ടായിരിക്കുക. ദെൻ ഇവിടെ നമ്മൾ ഇങ്ങനെ ഇടുന്ന എന്തിനാ? ഇതാണ് ലൈൻ സെഗ്മെന്റ്. നമുക്കറിയാം ലൈൻ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലോട്ട് വരയ്ക്കുന്നത്. ലൈൻ എന്ന് പറഞ്ഞാൽ പോയിന്റ് ഇല്ലാതെ 2 ഭാഗവും എൻഡ്ലെസ് ആയിരിക്കും, എൻഡ് ഉണ്ടായിരിക്കൂല. റേ എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റും ഉണ്ടായിരിക്കും, മറ്റേത് എന്താണ്? എൻഡ്ലെസ് ആണ്. അപ്പൊ നമ്മള് എന്താണ് ഇതിനെ AB എന്ന് പറഞ്ഞ ലൈൻ സെഗ്മെന്റിന് എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക? ലൈൻ ആണെങ്കിൽ ഇങ്ങനെ ഡിനോട്ട് ചെയ്യും, റേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഡിനോട്ട് ചെയ്യും. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് ലൈൻ സെഗ്മെന്റ് കൊണ്ട് ഉണ്ടാക്കുന്നതാണ് ട്രയാങ്കിൾ. അതുകൊണ്ട് ABBCCA 3 ലൈൻ സെഗ്മെന്റും ആണ് ഇതിന്റെ 3 സൈഡ്സ്. ഓക്കെ, ഈ ആംഗിൾസ് ഏതൊക്കെ? നമുക്കറിയാം ആംഗിൾസിൽ മിഡിലുള്ളതായിരിക്കും നമ്മളെ വേർട്ടെക്സ്. വേർട്ടെക്സ് ആയിരിക്കും എപ്പോഴും നമ്മളെ മിഡിൽ ഉണ്ടായിരിക്കുക. അപ്പം നമ്മളെ ആംഗിൾസ് ഒന്ന് BAC ആണ്. കണ്ടോ, BAC എന്ന് പറഞ്ഞാൽ A എന്ന് പറഞ്ഞ വേർട്ടെക്സ്. ദെൻ അടുത്തത് ACB, ആംഗിൾ ACB. അടുത്തത് CBA അല്ലെങ്കിൽ ABC. ഓക്കെ, BAC ABC BCA. അപ്പം Aയും Bയും Cയും മിഡിലുള്ള വേർട്ടെക്സ് ആണ് ആംഗിൾ. അപ്പം ഒരു ട്രയാങ്കിളിന് 3 സൈഡ്സ് ഉണ്ടായിരിക്കും, 3 ആംഗിൾസ് ഉണ്ടായിരിക്കും. Then what about vertices? Vertices എന്ന് പറഞ്ഞാൽ കോർണേഴ്സ് ACB. ഓക്കെ, എയും സിയും ബിയും 3 വേർട്ടിക്സസ്. അപ്പൊ ഒരു 3 സൈഡ്സ് ഉണ്ടായിരിക്കും, 3 ആംഗിൾസ് ഉണ്ടായിരിക്കും, 3 വേർട്ടീസസ് ഉണ്ടായിരിക്കും. എന്തിന്? ഒരു ട്രയാങ്കിളിന്. ദ സൈഡ് ഓപ്പോസിറ്റ് ടു ദ വേർട്ടെക്സ് A ഈസ് BC. അപ്പൊ A എന്ന് പറഞ്ഞ വേർട്ടെക്സിന്റെ ഓപ്പോസിറ്റ് വരുന്ന വേർട്ടെക്സിന്റെ ഓപ്പോസിറ്റിൽ വരുന്ന സൈഡ് ഏതാ? BC. അതുപോലെ ദ സൈഡ് ഓപ്പോസിറ്റ് ടു ദ വേർട്ടെക്സ് B ഈസ് AC. B എന്ന് പറഞ്ഞ വേർട്ടെക്സിന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡാണ് ഏത്? AC. ഓക്കെ, അതുപോലെ C എന്ന് പറഞ്ഞ വേർട്ടെക്സിന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഏതാ? AB. ഓക്കെ, ദ സൈഡ് ഓപ്പോസിറ്റ് ടു ദ വേർട്ടെക്സ് C ഈസ് AB. അപ്പം ഒരു ട്രയാങ്കിൾ തന്നാൽ നമുക്ക് അതിന്റെ സൈഡ്സ് പറയാൻ പറ്റും, അതിന്റെ ആംഗിൾസ് പറയാൻ പറ്റും, അതിന്റെ വേർട്ടീസസും പറയാൻ പറ്റും. ഓക്കെ, we classify the triangles based on the sides and angles. എന്നിട്ട് നമ്മൾ ട്രയാങ്കിൾസ് എന്താന്ന് പറഞ്ഞു അല്ലെ. ഒരു സിമ്പിൾ ക്ലോസ്ഡ്
ഫിഗർ ആണ് മെയ്ഡ് അപ്പ് ഓഫ് ലൈൻ സെഗ്മെന്റ്. അപ്പൊ നമുക്ക് ട്രയാങ്കിൾസിനെ അതിന്റെ സൈഡ്സിന്റെ ബേസിലും അതിന്റെ ആംഗിൾസിന്റെ ബേസിലും നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഏതാ സൈഡ്സിന്റെ ബേസിൽ നമ്മൾ എങ്ങനെ ട്രയാങ്കിൾസിനെ ക്ലാസിഫൈ ചെയ്യാം? ബേസ്ഡ് ഓൺ സൈഡ്സ് there is scaling, isosceles and equilateral triangle. ഏതൊക്കെ സൈഡ്സിന്റെ ബേസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തത്? സ്കെയിലിംഗ്, ഐസോസ്ലെസ് ആൻഡ് ഇക്വിലാറ്ററൽ. അപ്പൊ ഇതൊക്കെ ഹയർ ക്ലാസ്സസിനൊക്കെ ആവശ്യമുള്ളതാണ്. ഓക്കെ, എന്താണ് സ്കെയിലിംഗ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാല്? ഒരു ട്രയാങ്കിള്, ആ ട്രയാങ്കിളിന്റെ എല്ലാ സൈഡ്സും ഡിഫറെന്റ് ആണെങ്കിൽ, ഇപ്പൊ ഇത് 3 സെന്റിമീറ്റർ, ഇത് 4 സെന്റിമീറ്റർ, ഇത് 5 സെന്റിമീറ്റർ, 3 സൈഡ്സ്, ആകെ 3 സൈഡ്സ് ആണ് ട്രയാങ്കിളിന് ഉണ്ടാവുക. ആ ട്രയാങ്കിളിന്റെ ആ 3 സൈഡ്സും ഡിഫറെന്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അതിനെയാണ് നമ്മൾ സ്കെയിലിംഗ് ട്രയാങ്കിൾ എന്ന് പറയാം. ഓക്കെ, സ്കെയിലിംഗ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഡിഫറെന്റ് സൈഡ്സ്, 3 സൈഡ്സും എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. Then what about isosceles triangle? എന്താണ് ഐസോസ്ലെസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാല്? ഇപ്പൊ നമ്മളൊരു ട്രയാങ്കിൾ വരച്ചു, ആ ട്രയാങ്കിളിന്റെ 2 സൈഡ്സ് ഒരുപോലെ ഈക്വൽ ആണ്, മറ്റേ സൈഡ് എന്താണ്? വേറെ. ഇപ്പൊ ഇത് 3 സെന്റിമീറ്റർ ആണ്, ഇത് 3 സെന്റിമീറ്റർ ആണ്, ഇത് 5 സെന്റിമീറ്റർ ആണ്. ദാറ്റ് മീൻസ് 2 സൈഡ്സ് ഈക്വൽ ആണ്, മറ്റേത് ഒരു സൈഡ് മാത്രമേ ഡിഫറെന്റ് ഉള്ളൂ. സോ വി കോൾ ഇറ്റ് ആസ് ആൻ ഐസോസ്ലെസ് ട്രയാങ്കിൾ. 2 സൈഡ്സ് ഈക്വൽ ഉള്ളതിനെ നമ്മൾ ഐസോസ്ലെസ് ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നു. ദെൻ വാട്ട് അബൌട്ട് തേർഡ് വൺ? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. എന്താ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ? എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. അപ്പം ഒരു സൈഡ് ഇത് 3 ആണെങ്കിൽ ഇത് 3 ആണെങ്കിൽ ഇതും 3. All sides are equal, then we call it as an equilateral triangle. Okay, എന്തൊക്കെയാണ്? Based on sides, we classify the triangles into scaling triangle, isosceles triangle and equilateral triangle. Scaling triangle എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡ്സും ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, ഐസോസ്ലെസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 2 സൈഡ്സ് ഈക്വൽ ആയിരിക്കും, തേർഡ് സൈഡ് ഡിഫറെന്റ് ആയിരിക്കും. Then what about equilateral triangle? Equilateral triangle എന്ന് പറഞ്ഞാൽ all sides are equal. അപ്പൊ അതാണ് സൈഡ്സിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തത്. ഇനി നമുക്ക് ആംഗിൾസിനെ ബേസ് ചെയ്ത് ക്ലാസിഫൈ ചെയ്താലോ? ബേസ്ഡ് ഓൺ ആംഗിൾസ്. ഏതൊക്കെ? അക്യൂട്ട് ആംഗിൾഡ്, ഒബ്റ്റ്യൂസ് ആംഗിൾഡ്, റൈറ്റ് ആംഗിൾഡ്. അക്യൂട്ട് ആംഗിൾഡ് ട്രയാങ്കിൾ, ഒബ്റ്റ്യൂസ് ആംഗിൾഡ് ട്രയാങ്കിൾ, റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. അപ്പൊ എന്താണ് അക്യൂട്ട് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ? അക്യൂട്ട് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാല് 0ന്റെയും 90ന്റെയും ബിറ്റ്വീനില്. ഇപ്പൊ അക്യൂട്ട് ആംഗിൾ എപ്പോഴും 0ന്റെയും 90 ഡിഗ്രിയുടെയും ബിറ്റ്വീനിലായിരിക്കും ഉണ്ടാവുക. ദാറ്റ് മീൻസ് 0നേക്കാളും വലുതായിരിക്കണം, 90നേക്കാളും ചെറുതായിരിക്കണം. അതിനെയാണ് നമ്മൾ അക്യൂട്ട് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് പറയാം. നമ്മുടെ ആംഗിൾസ് എന്തായിരിക്കണം? 0നേക്കാളും ചെറുതായിരിക്കണം, 0നേക്കാളും വലുതായിരിക്കണം, 90 ഡിഗ്രിനേക്കാളും ചെറുതായിരിക്കണം. 0യുടെയും 90യുടെയും ബിറ്റ്വീനിലുള്ളതിനെയാണ് നമ്മൾ അക്യൂട്ട് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് പറയാം. Then what is obtuse angled? എന്താണ് ഒബ്റ്റ്യൂസ് ആംഗിൾഡ് എന്ന് പറഞ്ഞാല്? ഒബ്റ്റ്യൂസ് എന്ന് പറഞ്ഞാൽ 90നേക്കാളും വലുതായിരിക്കണം, 180നേക്കാളും ചെറുതായിരിക്കണം. ഓക്കെ, എന്താണ്? 90യുടെയും 180യുടെയും ബിറ്റ്വീനിലുള്ള ആംഗിളിനെയാണ് നമ്മൾ ഒബ്റ്റ്യൂസ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് പറയാം. ഇനി എന്താണ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ? റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാല് ഈക്വൽ ടു 90 ഡിഗ്രി. 90 ഡിഗ്രിക്ക് എക്സാക്ട്ലി ഈക്വൽ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് പറയാം. ഓക്കെ, അക്യൂട്ട് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാല് 0ന്റെയും 90 ഡിഗ്രിയുടെയും ബിറ്റ്വീനിലുള്ള ആംഗിൾസ് ആണ് അക്യൂട്ട് ആംഗിൾഡ് ട്രയാങ്കിൾ. ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ആംഗിൾ 90നേക്കാളും വലുതോ 180നേക്കാളും ചെറുതോ ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? ഒബ്റ്റ്യൂസ് ആംഗിൾഡ് ട്രയാങ്കിൾ. Then what about right angle? It is equal to 90 degree. Exactly equal to 90 degree ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. അപ്പം നമ്മൾ ട്രയാങ്കിൾസിനെ ബേസ്ഡ് ഓൺ സൈഡ്സും ബേസ്ഡ് ഓൺ ആംഗിൾസും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് ഇമ്പോർട്ടന്റ് ആണ്, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ബേസ്ഡ് ഓൺ സൈഡ്സ് സ്കെയിലിനും ഐസോസ്ലെസും ഇക്വിലാറ്ററലും, ബേസ്ഡ് ഓൺ ആംഗിൾസ് അക്യൂട്ട് ആംഗിൾഡും ഒബ്റ്റ്യൂസ് ആംഗിൾഡും റൈറ്റ് ആംഗിൾഡും. ഓക്കെ, അവർ ട്രയാങ്കിൾസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തത് സൈഡ്സിന്റെയും ആംഗിൾസിന്റെയും ബേസിൽ. ഓക്കെ, ഇനി നമുക്ക് എന്താണ് മീഡിയൻസ് ഓഫ് എ ട്രയാങ്കിൾ? ഒരു ട്രയാങ്കിളിന്റെ മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം.
സോ വാട്ട് ഈസ് മീഡിയൻസ് ഓഫ് എ ട്രയാങ്കിൾ? ഇവിടെ നമുക്ക് ഫിഗേഴ്സ് തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഇവിടെ ലൈൻ സെഗ്മെന്റ് AD എന്ന് പറഞ്ഞ ഒരു ലൈൻ സെഗ്മെന്റ് ഉണ്ട്. ഓക്കെ, ജോയിനിങ് ദ മിഡ് പോയിന്റ് ഓഫ് BC. ഇവിടെയുള്ള സൈഡ്സ് ഏതൊക്കെ? നമുക്ക് ഒരു ട്രയാങ്കിൾ ഉണ്ട്, ട്രയാങ്കിൾ ABC. ഇവിടെയുള്ള സൈഡ്സ് ആണ് AB-യും BC-യും AC-യും. 3 സൈഡ്സ് ഉണ്ട്. എന്നിട്ട് നമ്മള് A എന്ന് പറഞ്ഞ വേർട്ടെക്സ് BC അതിന്റെ ഓപ്പോസിറ്റ് സൈഡായ BC-യിലോട്ട് ഒരു ലൈൻ വരച്ചു. ആ ലൈൻ വരച്ചത് എങ്ങനെയാണ്? മിഡ് പോയിന്റ് ഓഫ് BC എന്ന് പറഞ്ഞ സൈഡിന്റെ മിഡ് പോയിന്റ് അതാണ് D. ആ A എന്ന് പറഞ്ഞ വേർട്ടെക്സ് അതിന്റെ ഓപ്പോസിറ്റ് സൈഡായ BC-യിലോട്ട് BC-ന്റെ മിഡ് പോയിന്റിലോട്ടാണ് നമ്മൾ ലൈൻ വരച്ചത്. ദ ലൈൻ സെഗ്മെന്റ് AD അതാണ് AD ജോയിനിങ് ദ മിഡ് പോയിന്റ് ഓഫ് BC-യുടെ മിഡ് പോയിന്റ് ജോയിൻ ചെയ്തു ടു ഇറ്റ്സ് ഓപ്പോസിറ്റ് വേർട്ടെക്സ് A. അപ്പം BC എന്ന് പറഞ്ഞ സൈഡിന്റെ മിഡ് പോയിന്റ് ആയ D അതിന്റെ ഓപ്പോസിറ്റ് വേർട്ടെക്സ് ആയ Aലോട്ട് നമ്മൾ ഒരു ലൈൻ വരച്ചു. അതിനെയാണ് നമ്മൾ മീഡിയൻ ഓഫ് ദ ട്രയാങ്കിൾ എന്ന് പറയാം. ഓക്കെ, ഒരു സൈഡിന്റെ മിഡിൽ, ഓക്കെ, മിഡ് പോയിന്റ് BC എന്ന് പറഞ്ഞ സൈഡിന്റെ മിഡ് പോയിന്റ് ആണ് D നമ്മൾ അതിന്റെ ഓപ്പോസിറ്റ് വേർട്ടെക്സ് ആയ Aലോട്ട് ഒരു ലൈൻ സെഗ്മെന്റ് വരച്ചു. അതിനെയാണ് നമ്മൾ മീഡിയൻ ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറയാം. ഓക്കെ, എ മീഡിയൻ കണക്ട്സ് എ വേർട്ടെക്സ് ഓഫ് എ ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിളിന്റെ വേർട്ടെക്സും ടു ദ മിഡ് പോയിന്റ് ഓഫ് ദ ഓപ്പോസിറ്റ് സൈഡ് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡ് പോയിന്റിനെയും കൂടി കണക്ട് ചെയ്യുന്ന അതിനെയാണ് നമ്മൾ മീഡിയൻ എന്ന് പറയാം. ഓക്കെ, ഇപ്പൊ നമ്മൾ വേറൊരു ട്രയാങ്കിൾ എടുത്തു, ട്രയാങ്കിൾ PQR. അപ്പം P എന്ന് പറഞ്ഞ വേർട്ടെക്സ് അതിന്റെ ഓപ്പോസിറ്റ് സൈഡായ QR-ന്റെ മിഡ് പോയിന്റ്. ഇപ്പൊ നമുക്ക് QR-ന്റെ മിഡ് പോയിന്റ് എടുക്കുക M. മിഡ് പോയിന്റ് M ആണെങ്കിൽ നമുക്ക് എന്ത് പറയാ? QM ഈസ് ഈക്വൽ ടു MR അല്ലെ? QM-ഉം MR-ഉം ഈക്വൽ ആയിരിക്കും, കാരണം M എന്ന് പറഞ്ഞാൽ മിഡ് പോയിന്റ് ആണ്. അപ്പൊ ഇത് രണ്ടും എന്താണ്? ഈക്വൽ ആയിരിക്കും. അപ്പം ഈ ഒരു മിഡ് പോയിന്റിലോട്ട്, ഈ മിഡ് പോയിന്റിന് അതിന്റെ ഓപ്പോസിറ്റ് വേർട്ടെക്സിലോട്ട് വരയ്ക്കുന്ന ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? മീഡിയൻ എന്ന് പറയാം. എന്താണ്? ഒരു വേർട്ടെക്സും അതിന്റെ ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡ് പോയിന്റും കണക്ട് ചെയ്യുന്ന ആ ഒരു ലൈൻ സെഗ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയാ? മീഡിയൻ. ഇറ്റ് കണക്ട്സ് എ വേർട്ടെക്സ് ഓഫ് ദ ട്രയാങ്കിൾ ടു ദ മിഡ് പോയിന്റ് ഓഫ് ദ ഓപ്പോസിറ്റ് സൈഡ്. അതിന്റെ ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡ് പോയിന്റിനെ കണക്ട് ചെയ്യുന്ന അതിനെയാണ് നമ്മൾ എന്ത് പറയാ? മീഡിയൻ ഓഫ് ദ ട്രയാങ്കിൾ. അപ്പൊ മീഡിയൻ ഓഫ് ദ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ട്രയാങ്കിളിന്റെ ഒരു വേർട്ടെക്സും അതിന്റെ ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡ് പോയിന്റും തമ്മിൽ കണക്ട് ചെയ്യുന്ന അതിനെയാണ് നമ്മൾ മീഡിയൻ എന്ന് പറയാം. മിഡ് പോയിന്റ് ഓഫ് BC കണ്ടോ? നമ്മൾ ഇതിൽ BC-ന്റെ മിഡ് പോയിന്റും അതിന്റെ ഓപ്പോസിറ്റ് സൈഡായ ഓപ്പോസിറ്റ് വേർട്ടെക്സ് Aയും ജോയിൻ ചെയ്ത് വരച്ചപ്പോ നമുക്ക് AD കിട്ടി. അപ്പൊ ഇവിടെ AD ആണ് മീഡിയൻ. ഇവിടെ നമ്മൾ PM ആണ് മീഡിയൻ. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ എന്താണ് ഓൾട്ടിറ്റ്യൂഡ്സ് ഓഫ് എ ട്രയാങ്കിൾ? നമ്മൾ മീഡിയൻ ഓഫ് എ ട്രയാങ്കിൾ എന്താന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്താണ് ഓൾട്ടിറ്റ്യൂഡ്സ് ഓഫ് എ ട്രയാങ്കിൾ എന്ന് നമുക്ക് നോക്കാം. ദ ഹൈറ്റ് ഈസ് ഗിവൺ ബൈ ദ ലൈൻ സെഗ്മെന്റ് ദാറ്റ് സ്റ്റാർട്ട്സ് ഫ്രം A. അപ്പൊ ഇവിടെ നമുക്ക് ABC എന്ന് പറഞ്ഞൊരു ട്രയാങ്കിൾ ഉണ്ട്, 3 സൈഡ്സ് ഉണ്ട്, AB, AC and BC. അപ്പൊ ഇവിടെ ഹൈറ്റ്, ഇതിന്റെ ഈ ഒരു ട്രയാങ്കിളിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ലൈൻ സെഗ്മെന്റ് ദാറ്റ് സ്റ്റാർട്ട് ഫ്രം Aന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് കം സ്ട്രേറ്റ് ഡൗൺ ടു BC അതിന്റെ ഓപ്പോസിറ്റ് സൈഡായ BC-യിലോട്ട് വരുന്നു. ആൻഡ് ഈസ് പെർപെൻഡിക്കുലർ ടു BC. അതെന്തായിരിക്കണം? BC-ന് പെർപെൻഡിക്കുലർ ആയിരിക്കണം. എന്താ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ? പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാല് ഇങ്ങനെ, അത് 90 ഡിഗ്രി ഫോം ചെയ്യും അല്ലെ? അത് 90 ഡിഗ്രി ആയിരിക്കും, റൈറ്റ് ആംഗിൾ. And is perpendicular to BC. This line segment AL is an altitude of the triangle. അപ്പൊ നമ്മൾ ഇവിടെ എടുത്ത ട്രയാങ്കിൾ ABCന്ന് കുറേ ലൈൻസ് വരച്ചിട്ടുണ്ട് അല്ലെ? Aന്ന് അതിന്റെ ഓപ്പോസിറ്റ് സൈഡായ BC-യിലോട്ട് ഇവിടെ നമ്മൾ കുറേ ലൈൻ വരച്ചിട്ടുണ്ട്. ബട്ട് ഇവിടെ ഹൈറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഏതാ? A എന്ന് പറഞ്ഞ വേർട്ടെക്സിന് അതിന്റെ ഓപ്പോസിറ്റ് സൈഡായ BC-യിലോട്ട് വരയ്ക്കുമ്പോൾ ഏതാണ്? പെർപെൻഡിക്കുലർ 90 ഡിഗ്രി ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അത് AL ആണ്. എന്ത്? ഇവിടെ ഈ ഒരു ട്രയാങ്കിൾ ABC-യുടെ ഹൈറ്റ് അഥവാ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയാം.
മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താ? വേർട്ടെക്സ് ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡ് പോയിന്റിലോട്ട് വരയ്ക്കുന്ന ലൈൻ. ഇവിടെ നമുക്ക് എന്താ? ഇവിടെ വേർട്ടെക്സ് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ടുള്ള ഹൈറ്റ്, ദാറ്റ് മീൻസ് അത് പെർപെൻഡിക്കുലർ ആയിരിക്കണം. അതിനെയാണ് നമ്മൾ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയാം. കണ്ടോ, ഇവിടെ ഏന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് ബി സിയിലോട്ട് ഇങ്ങനെ ലൈൻ വരച്ചു. അപ്പൊ ബി സിയിലോട്ട് ഏത് ലൈനാണോ ഇവിടെ പെർപെൻഡിക്കുലർ റൈറ്റ് ആംഗിൾ ഫോം ചെയ്യുന്നത്? ഇത് അല്ലേ? അപ്പൊ ഇതാണ് എന്ത്? ഈ ഒരു ട്രയാങ്കിളിന്റെ ഹൈറ്റ്. അപ്പൊ എല്ലാണ് ഇവിടെ ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ദ ട്രയാങ്കിൾ എ ബി സി. ട്രയാങ്കിൾ എ ബി സിന്റെ ഓൾട്ടിറ്റ്യൂഡ്. അപ്പം മീഡിയനും ഓൾട്ടിറ്റ്യൂഡും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കി വെക്കുക. ആൻഡ് ഓൾട്ടിറ്റ്യൂഡ് ഹാസ് വൺ എൻഡ് പോയിന്റ്. ഒരു ഓൾട്ടിറ്റ്യൂഡിന് എന്താണുള്ളത്? ഒരു എൻഡ് പോയിന്റ് ആണ് അറ്റ് എ വേർട്ടെക്സ് ഓഫ് ദ ട്രയാങ്കിൾ. ട്രയാങ്കിളിന്റെ വേർട്ടെക്സിലായിരിക്കും ആ ഓൾട്ടിറ്റ്യൂഡിന്റെ ഒരു എൻഡ് പോയിന്റ് ആൻഡ് ദ അതർ ഓൺ ദ ലൈൻ കണ്ടെയ്നിങ് ദ ഓപ്പോസിറ്റ് സൈഡ്. കണ്ടോ, ഇവിടെ ഇതാണ് നമ്മുടെ ഓൾട്ടിറ്റ്യൂഡ്. അതിന്റെ ഒരു എൻഡ് പോയിന്റ് വേർട്ടെക്സിലാണ്, മറ്റേ എൻഡ് പോയിന്റ് എന്താ? വേർട്ടെക്സിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ്. കണ്ടോ, അതർ കണ്ടെയ്നിങ് ദ ഓപ്പോസിറ്റ് സൈഡ്. ആ വേർട്ടെക്സിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും അതിന്റെ മറ്റേ ഒരു എൻഡ് പോയിന്റ്. അപ്പൊ ഒരു എൻഡ് പോയിന്റ് വേർട്ടെക്സിലായിരിക്കും, മറ്റേ എൻഡ് പോയിന്റ് ആ വേർട്ടെക്സിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും. ത്രൂ ഈച്ച് വേർട്ടെക്സ് ആൻഡ് ഓൾട്ടിറ്റ്യൂഡ് ക്യാൻ ബി ഡ്രോൺ. അപ്പൊ ഓരോ വേർട്ടെക്സിലൂടെയും നമുക്ക് ഓൾട്ടിറ്റ്യൂഡ് ഡ്രോ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇത് നമ്മുടെ ട്രയാങ്കിൾ എ ബി സി. അപ്പൊ നമ്മൾ എ എന്ന് പറഞ്ഞ വേർട്ടെക്സിന് നമുക്ക് ബി സി അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് എന്ത് വരയ്ക്കാൻ പറ്റും? ഓൾട്ടിറ്റ്യൂഡ്. അതുപോലെ സി എന്ന് പറഞ്ഞ വേർട്ടെക്സിന് നമുക്ക് അതിന്റെ ഓപ്പോസിറ്റ് സൈഡായ എ ബിയിലോട്ടും എന്ത് വരയ്ക്കാൻ പറ്റും? ഒരു ഓൾട്ടിറ്റ്യൂഡ് വരയ്ക്കാൻ പറ്റും. അതുപോലെ ബി എന്ന് പറഞ്ഞ വേർട്ടെക്സിന് അതിന്റെ ഓപ്പോസിറ്റ് സൈഡായ എ സിയിലോട്ടും നമുക്ക് ഓൾട്ടിറ്റ്യൂഡ് വരയ്ക്കാൻ പറ്റും. ഓൾട്ടിറ്റ്യൂഡ് എന്താണ്? 90 ഡിഗ്രി ആയിരിക്കണം. ഓക്കെ, 90 ഡിഗ്രി പെർപെൻഡിക്കുലർ ആയിരിക്കണം. അതുപോലെ തന്നെ അല്ലേ മീഡിയൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ട്രയാങ്കിൾ എ ബി സി എ എന്ന് പറഞ്ഞ വേർട്ടെക്സിന് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡിലോട്ട് വരയ്ക്കുന്ന അതിനെയാണ് നമ്മൾ മീഡിയൻ എന്ന് പറയാം. അപ്പം എന്ന് നമ്മൾ ബി സിയിലോട്ട് മീഡിയം വരയ്ക്കുകയാണെങ്കിൽ ബിന്ന് നമുക്ക് എ സിയിലോട്ട് മീഡിയം വരച്ചൂടെ? അതുപോലെ സിന്ന് നമുക്ക് എ ബിയിലോട്ടും മീഡിയം വരയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഓരോ വേർട്ടെക്സിനും നമുക്ക് ഓൾട്ടിറ്റ്യൂഡും മീഡിയനും വരയ്ക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. എന്താ നമ്മളെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ട്രയാങ്കിൾ പി ക്യു ആർ തന്നിട്ടുണ്ട് അല്ലെ? ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്, ട്രയാങ്കിൾ പി ക്യു ആർ. ഡി ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ക്യു ആർ. നമ്മളോട് എന്താ പറഞ്ഞ ലൈൻ സെഗ്മെന്റ് ക്യു ആറിന്റെ മിഡ് പോയിന്റ് ആണ് ഏത്? ഡി. ഡി ആണ് മിഡ് പോയിന്റ് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പി എം എന്താ? അവിടെ പി എം നമുക്കറിയാം. പി എം റൈറ്റ് ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇത് ഓൾട്ടിറ്റ്യൂഡ് ആയിരിക്കും. റൈറ്റ് ആംഗിൾ ഉണ്ടെങ്കിൽ ഒരു വേർട്ടെക്സിന് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് വരയ്ക്കുന്ന ആ ഒരു ലൈന്, പെർപെൻഡിക്കുലർ ലൈനെയാണ് നമ്മൾ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയാ. അപ്പൊ പി എം എന്ന് പറഞ്ഞാൽ ഓൾട്ടിറ്റ്യൂഡ് ആണ്. Then what about PD? നമ്മളോട് ഓൾറെഡി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഡി ആണ് ക്യു ആറിന്റെ മിഡ് പോയിന്റ്. ഡി മിഡ് പോയിന്റ് ആണെങ്കിൽ മിഡ് പോയിന്റിന്ന് അതിന്റെ ഓപ്പോസിറ്റ് വേർട്ടെക്സിലോട്ട് വരയ്ക്കുന്നതിനെയാണ് നമ്മൾ മീഡിയൻ എന്ന് പറയാം അല്ലേ? അപ്പൊ പി ഡി അല്ലേ നമ്മളെ മീഡിയൻ? യെസ്, പി ഡി ഈസ് മീഡിയൻ. അപ്പം മാറിപ്പോയത് എന്താണ്? ഓൾട്ടിറ്റ്യൂഡ് പെർപെൻഡിക്കുലർ ആയിരിക്കും. മീഡിയൻ മിഡ് പോയിന്റ് എന്ന് വരയ്ക്കുന്നതിനെയാണ് നമ്മൾ മീഡിയൻ എന്ന് പറയുക. അപ്പൊ ഡി മിഡ് പോയിന്റ് ആണെന്ന് ഗിവൺ ആണ്. ഓക്കെ, ഇനി നമ്മളോട് എന്താ പറഞ്ഞേ? ഈസ് ക്യു എം ഈസ് ഈക്വൽ ടു എം ആർ. ക്യു എം, ഈ ക്യു എമ്മും പിന്നെ എം ആർ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഈക്വൽ ആണോ? അല്ല അല്ലേ? ക്യു എം ഈസ് ഈക്വൽ ടു എം ആർ? നോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താ ഇവിടെ ഈക്വൽ? നമുക്ക് എന്താ പറയാ? ക്യു ഡി ഈസ് ഈക്വൽ ടു ഡി ആർ. ക്യു ഡിയും ഡി ആറും ഈക്വൽ ആണ് അല്ലേ? ക്യു ഡി എന്ന് പറയുമ്പോ എങ്ങനെ ക്യു ഡി ഡി മിഡ് പോയിന്റ് ആണെന്ന് പറഞ്ഞത് കൊണ്ട് ക്യു ഡിയും ഡി ആറും ഈക്വൽ ആണ്. മിഡ് പോയിന്റ് ഈക്വൽ ആവുള്ളൂ ക്യു ഡിയും ഡി ആറും. ബട്ട് ക്യു എമ്മും എം ആറും എന്തല്ല? ഈക്വൽ അല്ല. നമ്മളോട് ചോദിച്ചത് ക്യു എമ്മും എം ആറും ആണ്. ക്യു എമ്മും എം ആറും ഈക്വൽ അല്ല, ബട്ട് മിഡ് പോയിന്റ് ആണ് ഈക്വൽ ആവുക. ക്യു ഡിയും ഡി ആറും ആണ് എന്ത്? ഈക്വൽ. Then what's the next one? Draw rough sketches for the following. നമ്മളോട് റഫ് സ്കെച്ചസ് വരയ്ക്കാൻ. ഇൻ ട്രയാങ്കിൾ എ ബി സി ബി ഇ ഈസ് എ മീഡിയൻ.
അപ്പൊ റഫ് സ്കെച്ചസ് വരയ്ക്കണം. ട്രയാങ്കിൾ എ ബി സി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? ട്രയാങ്കിൾ എ ബി സി വരയ്ക്കാൻ നമ്മളോട് എന്താ പറഞ്ഞത്? BE ആണ് മീഡിയൻ. അങ്ങനെയാണെങ്കിൽ ബി ഇവിടെ ആക്കുക, ഇവിടെ എ ആക്കുക, ഇവിടെ സി ആക്കുക. നമ്മളോട് പറഞ്ഞു BE മീഡിയൻ ആണ്. അങ്ങനെയാണെങ്കിൽ ബി എന്ന് പറഞ്ഞ വേർട്ടെക്സ് അതിന്റെ ഓപ്പോസിറ്റ് സൈഡായ AC-ന്റെ മിഡ് പോയിന്റ്. അപ്പൊ മിഡ് പോയിന്റ് എന്തായിരിക്കും? E ആയിരിക്കും. കാരണം നമ്മളെ മീഡിയൻ എന്താ? BE ആണ്. അപ്പം ഇങ്ങനെ വരയ്ക്കുന്നതാണ് എന്ത്? മീഡിയൻ. ഓക്കെ, അപ്പൊ ട്രയാങ്കിൾ എ ബി സിയില് BE മീഡിയൻ ആക്കി വരയ്ക്കാനാണ് പറഞ്ഞത്. നമ്മൾ വരച്ചു. BE എന്ന് പറയുമ്പോൾ ബി എന്ന് പറഞ്ഞ വേർട്ടെക്സ് ആയിരിക്കും, കാരണം ട്രയാങ്കിൾ എ ബി സി ആണ്. ബി എന്ന് പറഞ്ഞ വേർട്ടെക്സ്. അങ്ങനെയാണെങ്കിൽ ബിന്റെ ഓപ്പോസിറ്റ് സൈഡായ AC-യുടെ മിഡ് പോയിന്റ് എന്തായിരിക്കും? E ആയിരിക്കും. അപ്പം മിഡ് പോയിന്റിന് വേർട്ടെക്സും മിഡ് പോയിന്റും വേർട്ടെക്സും കൂടെ ജോയിൻ ചെയ്ത് വരയ്ക്കുമ്പോൾ മീഡിയൻ കിട്ടും. അപ്പൊ ഇവിടെ ട്രയാങ്കിൾ എ ബി സിന്റെ മീഡിയൻ ഏതാ? BE. ഓക്കെ, മാറിപ്പോയത് ഇവിടെ എ കൊടുക്കരുത്. അപ്പൊ AE ആയിരിക്കും മീഡിയൻ. അതുകൊണ്ട് നമ്മളെ വേർട്ടെക്സ് ശ്രദ്ധിക്കാം. നെക്സ്റ്റ് വൺ, ഇൻ ട്രയാങ്കിൾ PQR. നമ്മൾ ഒരു ട്രയാങ്കിൾ വരയ്ക്കാനാണ് പറഞ്ഞത്. ട്രയാങ്കിൾ ഏതാ? PQR. PQ and PR are altitudes of the triangle. നമ്മളോട് പറഞ്ഞു PQയും PR-ഉം ഓൾട്ടിറ്റ്യൂഡ് ആണ്. ദാറ്റ് മീൻസ് അത് 90 ഡിഗ്രി പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പൊ നമുക്ക് എങ്ങനെ വരയ്ക്കാൻ പറ്റും? P ആണ് ഇനി നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ വരച്ചൂടെ? PQR. P ഇവിടെ 90 ഡിഗ്രി, ഇതൊരു റൈറ്റ് ആംഗിൾ. അപ്പം ട്രയാങ്കിൾ PQR ആണ്. PQ and PR are altitudes of the triangle. PQ എന്ന് പറഞ്ഞാൽ എന്താ? ഇത് അല്ലേ? PR എന്ന് പറഞ്ഞാൽ ഇത്. ഇത് രണ്ടും ഓൾട്ടിറ്റ്യൂഡ് ആണ് എന്നാണ് പറഞ്ഞത്. ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വേർട്ടെക്സും ഒരു ഹൈറ്റ് അല്ലേ? അത് പെർപെൻഡിക്കുലർ ആയിരിക്കണം എന്നുണ്ട്. അപ്പൊ 90 ഡിഗ്രി ഫോം ചെയ്യുന്നില്ലേ? യെസ്. അപ്പൊ PQയും ഇവിടെ ഒരു ഓൾട്ടിറ്റ്യൂഡ് ആണ്. PQ ഓൾട്ടിറ്റ്യൂഡ് ആണ്, PR-ഉം ഓൾട്ടിറ്റ്യൂഡ് ആണ് അല്ലേ? ഹൈറ്റ് പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. സെക്കൻഡ് വൺ, ട്രയാങ്കിൾ PQR-ല് PQയും PR-ഉം ഓൾട്ടിറ്റ്യൂഡ് ആണ് ഓഫ് ദ ട്രയാങ്കിൾ. ഓക്കെ, then what is the next one? C. In triangle XYZ. നമ്മളോട് ഒരു ട്രയാങ്കിൾ പറഞ്ഞു XYZ. YL is an altitude in the exterior of the triangle. YL ആണ് altitude. Y നമുക്ക് ഓൾറെഡി ട്രയാങ്കിളിൽ ഉണ്ട്. YL ആണ് altitude in the exterior of the triangle. എന്താ exterior എന്ന് പറഞ്ഞാല്? ഔട്ട്സൈഡ് അല്ലെ? ഇന്റീരിയർ എന്ന് പറഞ്ഞാല് ഇൻസൈഡ്. അപ്പൊ എക്സ്റ്റീരിയറിലായിരിക്കണം നമ്മളെ ഓൾട്ടിറ്റ്യൂഡ്. അപ്പൊ നമുക്ക് എങ്ങനെ വരയ്ക്കാൻ പറ്റും? നമ്മളെ ട്രയാങ്കിൾ ഏതാ? XYZ. അപ്പൊ നമുക്ക് ട്രയാങ്കിൾ XYZ. Triangle XYZ വരച്ചു. YL is an altitude in the exterior of the triangle. YL എന്ന് പറഞ്ഞാല് ട്രയാങ്കിളിന്റെ പുറത്തുള്ള ഓൾട്ടിറ്റ്യൂഡ് ആണ്. ദാറ്റ് മീൻസ് അപ്പൊ Y ഇവിടെ ഉണ്ട്. അതിന്റെ വേർട്ടെക്സ് നമ്മളോട് എക്സ്റ്റീരിയർ പറഞ്ഞുകൊണ്ട് നമുക്ക് പുറത്തുനിന്നാണ് വരയ്ക്കുന്നത്. അപ്പൊ L ഓൾട്ടിറ്റ്യൂഡ് ആയതുകൊണ്ട് റൈറ്റ് ആംഗിൾ ആയിരിക്കണം. അപ്പം YL ആണ് ഇവിടെ ഹൈറ്റ്. മീഡിയൻ ആണെങ്കിൽ നമുക്ക് മിഡ് പോയിന്റ് വേണമായിരുന്നു. ഓൾട്ടിറ്റ്യൂഡിന് മിഡ് പോയിന്റ് അല്ല, പെർപെൻഡിക്കുലർ ആയിരിക്കണം. ഓക്കെ, അപ്പൊ YL എന്താണ്? നമ്മൾ വരച്ചു. അപ്പൊ നമ്മളെ ആൻസർ അതാണ്. ട്രയാങ്കിൾ XYZ. YL ഈസ് ആൻ ഓൾട്ടിറ്റ്യൂഡ്. ദാറ്റ് മീൻസ് ഹൈറ്റ് ഇൻ ദ എക്സ്റ്റീരിയർ ഓഫ് ദ ട്രയാങ്കിൾ. ട്രയാങ്കിളിന്റെ പുറത്തുനിന്നുള്ളതായിരിക്കണം. അപ്പൊ നമ്മള് YL ഇതാണ് നമ്മളെ ഹൈറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ 3 എണ്ണം വരച്ചു. ഫസ്റ്റ് പറഞ്ഞത് ട്രയാങ്കിൾ ABC ആയിരുന്നു. അതിൽ BE ആണ് നമ്മളെ മീഡിയൻ. BE മീഡിയൻ ആക്കിയിട്ട് വരച്ചു. സെക്കൻഡ് പറഞ്ഞത് ട്രയാങ്കിൾ PQR ആയിരുന്നു. PQയും PR-ഉം നമ്മളുടെ ട്രയാങ്കിളിന്റെ ഓൾട്ടിറ്റ്യൂഡ് ആണ് പറഞ്ഞത്. ഓക്കെ, ദെൻ തേർഡ് വൺ എന്താ? ട്രയാങ്കിൾ XYZ. YL ആണ് എന്ത്? ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ദ ഓൾട്ടിറ്റ്യൂഡ് ഇൻ ദ എക്സ്റ്റീരിയർ ഓഫ് ദ ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിന്റെ എക്സ്റ്റീരിയർ പുറത്തുകൂടുള്ള ഓൾട്ടിറ്റ്യൂഡ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ തന്നിട്ട് നമ്മളോട് ഫിഗേഴ്സ് വരയ്ക്കാൻ പറയും എക്സാമിനൊക്കെ. The next one, verify by drawing a diagram if the median and altitude of an isosceles triangle can be same. നമ്മളോട് എന്താ പറഞ്ഞത്? ഒരു ഡയഗ്രാം വരയ്ക്കുക. മീഡിയനും ഓൾട്ടിറ്റ്യൂഡും ഒരു ഐസോസ്ലെസ് ട്രയാങ്കിളിന്റെ മീഡിയനും ഓൾട്ടിറ്റ്യൂഡും സെയിം ആണെന്ന് ഷോ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഐസോസ്ലെസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? ബേസ്ഡ് ഓൺ സൈഡ്സ് triangles are classified into scalene,
ഐസോസ്ലസ് ആൻഡ് ഇക്വിലാറ്ററൽ. ഐസോസ്ലസ് എന്ന് പറഞ്ഞാൽ 2 sides ഈക്വൽ. അപ്പൊ 2 സൈഡ് ഈക്വൽ ഉള്ള ഒരു ട്രയാങ്കിൾ ആണ് എന്ത്? ഐസോസ്ലസ് ട്രയാങ്കിൾ. അപ്പൊ നമുക്ക് എന്ത് പറയാ? എ ബി സി ഒരു ഐസോസ്ലസ് ട്രയാങ്കിൾ ആണ്. എ ബിയും എ സിയും ഈക്വൽ ആണ്. ഐസോസ്ലസ് ട്രയാങ്കിൾ 2 sides ഈക്വൽ, എ ബിയും എ സിയും ഈക്വൽ ആണ്. നമ്മളോട് എന്താ പറഞ്ഞത്? ഇഫ് ദ മീഡിയൻ ആൻഡ് ആൾട്ടിറ്റ്യൂഡ് ഓഫ് എൻ ഐസോസ്ലസ് ട്രയാങ്കിൾ സെയിം ആയിരിക്കണം. മീഡിയനും ഓൾട്ടിറ്റ്യൂഡും, ഒരു ഐസോസ്ലസ് ട്രയാങ്കിളിന്റെ മീഡിയനും ഓൾട്ടിറ്റ്യൂഡും സെയിം ആണ്. മീഡിയൻ നമ്മൾ എന്താ വരയ്ക്കുക? ഒരു വേർട്ടെക്സും പിന്നെ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡ് പോയിന്റ്. അപ്പൊ ബി സിയുടെ മിഡ് പോയിന്റ് നമുക്കിവിടെ ഡി എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഈ മിഡ് പോയിന്റും അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള വേർട്ടെക്സും ജോയിൻ ചെയ്ത് വരയ്ക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? മീഡിയൻ കിട്ടുക. ദാറ്റ് മീൻസ് ഇവിടെ 2 സ്ഥലവും ഈക്വൽ ആയിരിക്കും. അപ്പൊ എ ഡി ഇവിടെ എന്താ? മീഡിയൻ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളോട് എന്താ പറഞ്ഞേ? മീഡിയനും ഓൾട്ടിറ്റ്യൂഡും സെയിം ആവണമെന്ന്. അപ്പൊ ഇതന്നെ ഓൾട്ടിറ്റ്യൂഡും ആയിരിക്കൂലേ? നമ്മൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ഉണ്ട് അല്ലെ? അപ്പം എ ഡി എന്താ? മീഡിയനും ആണ്. എ ഡി എന്താ? ഓൾട്ടിറ്റ്യൂഡുമാണ്. ഓക്കെ, കാരണം ഇതൊരു ഐസോസ്ലസ് ട്രയാങ്കിൾ ആണ്. ഒരു ഐസോസ്ലസ് ട്രയാങ്കിൾ നമ്മൾ ഷോ ചെയ്തു. എന്ത്? എ ഡി എന്ന് പറഞ്ഞത് മീഡിയനുമാണ്. എ ഡി എന്ന് പറഞ്ഞത് നമ്മുടെ ഓൾട്ടിറ്റ്യൂഡുമാണ്. ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ആയിരിക്കണം. അവിടെ ഒരു റൈറ്റ് ആംഗിൾ ഉണ്ട്. മീഡിയൻ എന്ന് പറഞ്ഞാല് ഓപ്പോസിറ്റത്തെ സൈഡിന്റെ മിഡിൽ പോയിന്റ്, ഡി മിഡ് പോയിന്റ് ആണ്. അതും അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള വേർട്ടെക്സും തമ്മിൽ ജോയിൻ ചെയ്തിരുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ വെരിഫൈ ചെയ്തത്. ഇതൊരു ഐസോസ്ലസ് ട്രയാങ്കിൾ ആണ്. കാരണം എ ബിയും എ സിയും ആണ് ഈക്വൽ. എ ബിയും എ സിയും ഈക്വൽ ആയതുകൊണ്ട് ഇതൊരു ഐസോസ്ലസ് ട്രയാങ്കിൾ ആണ്. അപ്പൊ ബി സി എന്ന് പറഞ്ഞ സൈഡിന്റെ മിഡ് പോയിന്റ് ആണ് ഡി. അപ്പം ഡിന്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള വേർട്ടെക്സ് ആണ് എ. അത് രണ്ടും ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് എ ഡി ഒരു മീഡിയൻ ആണെന്ന് കിട്ടി. അതുപോലെ എ ഡി ഒരു ഓൾട്ടിറ്റ്യൂഡ് ആണ്. കാരണം ഇവിടെ പെർപെൻഡിക്കുലർ ആണ്. ക്ലിയർ? അപ്പം ഇത്രയാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്തത്. നമ്മൾ ട്രയാങ്കിൾ എന്താന്ന് ജസ്റ്റ് പറഞ്ഞു അല്ലെ? ഒരു 3 സൈഡഡ് സിമ്പിൾ ക്ലോസ്ഡ് ഫിഗർ ആണ്. ഒരു സിമ്പിൾ ക്ലോസ്ഡ് ഫിഗർ മേഡ് അപ്പ് ഓഫ് 3 ലൈൻ സെഗ്മെന്റ്. 3 ലൈൻ സെഗ്മെന്റ് വെച്ചിട്ടുള്ളതാണ് എന്ത്? ട്രയാങ്കിൾ. പിന്നെ നമ്മൾ ട്രയാങ്കിൾ ബേസ്ഡ് ഓൺ സൈഡ്സും ബേസ്ഡ് ഓൺ ആംഗിൾസും നമ്മൾ ക്ലാസിഫൈ ചെയ്തു. ബേസ്ഡ് ഓൺ സൈഡ്സ് ദർ ആർ 3 ട്രയാങ്കിൾ, സ്കെയിലിൻ, ഐസോസ്ലസ് ആൻഡ് ഇക്വിലാറ്ററൽ. അതുപോലെ ബേസ്ഡ് ഓൺ ആംഗിൾസ് അക്യൂട്ട് ആംഗിൾ, ഒബ്റ്റ്യൂസ് ആംഗിൾ, ദെൻ റൈറ്റ് ആംഗിൾ. അങ്ങനെ 3 ട്രയാങ്കിൾ. റൈറ്റ് ആംഗിളിന്റെ ട്രയാങ്കിൾ, അക്യൂട്ട് ആംഗിളിന്റെ ട്രയാങ്കിൾ, ഒബ്റ്റ്യൂസ് ആംഗിളിന്റെ ട്രയാങ്കിൾ. ഇനി നമ്മൾ കുറച്ച് പ്രോബ്ലംസും ചെയ്തു. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് അടുത്ത പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.